നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബാംഗ്ലൂരുവിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന മലയാളി വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വീട്ടുടമയായ കോഴിക്കോട് സ്വദേശി അഷ്റഫ് അറസ്റ്റിലായി. 10 ദിവസം മുമ്പ് അഷ്റഫിന്റെ വീട്ടിൽ താമസമാക്കിയ വിദ്യാർത്ഥിനിയാണ് പരാതി നൽകിയത്. ഭക്ഷണം നൽകണമെങ്കിൽ താനുമായി സഹകരിക്കണമെന്ന് അഷ്റഫ് ആവശ്യപ്പെട്ടപ്പോൾ വിദ്യാർത്ഥിനി അത് നിരസിച്ചു. തുടർന്ന് അഷ്റഫ് വിദ്യാർത്ഥിനിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ സഹോദരൻ PK ബുജേറിനു വേണ്ടി താനോ കുടുംബമോ ഇടപെടില്ലെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് വ്യക്തമാക്കി. സഹോദരൻ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് മേപ്പറമ്പിൽ 15 വയസ്സുകാരിയായ മകളെ ശല്യം ചോദ്യം ചെയ്തതിന് യുവാക്കൾ അച്ഛന്റെ ഓട്ടോറിക്ഷ കത്തിച്ചു. റഫീഖ് എന്നയാളുടെ ഓട്ടോറിക്ഷയാണ് രാത്രിയിൽ കത്തിച്ചത്. വാഹനമാണ് റഫീഖിന്റെ ഏക വരുമാന മാർഗം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആഷിഫ്, ഷഫീഖ് എന്നീ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി പെൺകുട്ടി രംഗത്ത്. കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ പോലീസ് തന്നെ ഭീഷണിപ്പെടുത്തുകയും നിർബന്ധിച്ച് ഒപ്പിട്ട് വാങ്ങുകയായിരുന്നു എന്നും കമലേശ്വരി പ്രധാൻ എന്ന പെൺകുട്ടി പറഞ്ഞു. തനിക്കും സുഹൃത്തുക്കൾക്കും വലിയ ഭീഷണിയുണ്ടെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നും പെൺകുട്ടി കൂട്ടിച്ചേർത്തു. തൃശൂർ ചൊവ്വന്നൂരിൽ 1/2 കിലോ കഞ്ചാവുമായി ഒരു യുവാവ് അറസ്റ്റിൽ. ചൊവ്വന്നൂർ സ്വദേശിയായ 35 വയസ്സുള്ള വിബീഷാണ് അറസ്റ്റിലായത്. ചൊവ്വന്നൂർ ബ്ലോക്ക് റോഡിലെ ത്രിവേണി ഗോഡൌണിനു സമീപം കഞ്ചാവ് വിൽക്കുന്നതിനിടെയാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് ഇയാളെ പിടികൂടിയത്. ഓണം അടുത്തതിനാൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരനായ ഷമീമിൽ നിന്ന് മൊബൈൽ ഫോണും സിം കാർഡും ചാർജറും പിടിച്ചെടുത്തു. കൊലക്കേസ് പ്രതിയായ ഷമീമിന്റെ സെല്ലിനടുത്തുള്ള കല്ലിനടിയിൽ നിന്നാണ് ജയിൽ അധികൃതർ മിന്നൽ പരിശോധനയിൽ ഇവ കണ്ടെത്തിയത്. തുടർന്ന് ഷമീമിനെ മറ്റൊരു സെല്ലിലേക്ക് മാറ്റി. സംഭവത്തിൽ അന്വേഷണത്തിനായി ഫോൺ കണ്ണൂർ ടൗൺ പോലീസിന് കൈമാറി. നേരത്തെ തടവുകാരനായ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതായി കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ സംഭവം. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയായ കൊടിസുനിയും കൂട്ടാളികളും പോലീസിന്റെ സംരക്ഷണത്തിൽ മദ്യപിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തലശ്ശേരി അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിയിലേക്ക് കൊണ്ടുപോയി തിരികെ വരുമ്പോഴാണ് ഇവർ മദ്യപിച്ചത്. ഈ സംഭവം പുറത്തുവന്നതിനെ തുടർന്ന് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഈ ദൃശ്യങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ചലച്ചിത്ര നിർമ്മാണത്തിന് സ്ത്രീകൾക്കും ദളിതർക്കും സർക്കാർ ഫണ്ട് നൽകുന്നതിനെതിരെ ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ വിവാദ പരാമർശങ്ങൾ ചർച്ചയാകുന്നു. സിനിമാ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയത്. പണം നൽകുന്നതിനോടൊപ്പം 3 മാസത്തെ ഫിലിം കോഴ്സ് പരിശീലനം നൽകണമെന്നും അല്ലാത്ത പക്ഷം ഈ ഫണ്ട് പാഴായി പോകുമെന്നും അടൂർ പറഞ്ഞു. കൊല്ലം ജില്ലയിലെ പറവൂർ പൂത്തകുളത്ത് കാറിന് തീയിട്ട് ഡ്രൈവറെ ആക്രമിച്ചു. വർക്കല സ്വദേശികളായ കണ്ണൻ, ആദർശ് എന്നിവർ സഞ്ചരിച്ച കാറാണ് ആക്രമിക്കപ്പെട്ടത്. ശംഭു എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയത്. കാറിന് തീയിടുന്നതിന് മുമ്പ് കണ്ണനെ സംഘം മർദ്ദിച്ചു. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് കരുതുന്നു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ